ഞാൻ കുഞ്ഞിലെ നട്ടത് എനിക്ക് ഓർമ്മ വേണ്ടത്. ഗായ്സ് 9-9 ആട്ടോ. ടൈറ്റ് ആയി മാച്ചാണ്. ലാസ്റ്റ് റൗണ്ട്. ഹേ ഗായ്സ്, ഈവനിങ് ടൈം. എന്താണ് കൊച്ചു പരിപാടി? നെറ്റൊക്കെ വാങ്ങിച്ചായിരുന്നു. നമ്മളിപ്പം കുറെ ദിവസമായിട്ട് കളിയില്ല. വാങ്ങിച്ച ആ ഒരു ഉത്സാഹത്തിന് 2 ദിവസം കളിച്ചായിരുന്നു. ഇനി മൃദുല ഡെലിവറി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കളിക്കൂലേ? അണ്ണൻ കുറേ കളിക്കണം. എന്നാലേ നമ്മൾ പഴയ ആ ഒരു ഇതിലോട്ട് തിരിച്ചു വരത്തുള്ളൂ. അവിടെ ഉറക്കമൊക്കെ എണീറ്റിട്ട് വല്ല മുഖമൊക്കെ കണ്ട നീരടിച്ചണക്ക് ഇരിക്കുന്ന അമ്മ കളിക്കുന്ന തൂത്തിട്ട് വാ. അയച്ചപ്പോ ഇന്ന് ഷട്ടിൽ ബാറ്റ് ഈവനിങ് ടൈം സമയം ഏതാണ്ട് ഒരു 6 മണി. ഓ സോറി, ബാഡ്മിന്റൺ. മെന്റൻ അതാര്? കണ്ടേ എല്ലാം നല്ല ക്ലീൻ ആയിട്ട്. എന്റെ അഡിഡാസ്, US പോളോ, പിന്നെ കൊച്ചുവിന്റെ അഡിഡാസ് എല്ലാം വേണ്ട പറക്കി കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. വെക്കാനൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്യണം കേട്ടോ. നമ്മൾ എപ്പോഴും മറന്നു പോകും ഗൈസ് സ്റ്റാൻഡ് ഓർഡർ ചെയ്യും. ഗൈസ് നമ്മളിപ്പോ ഒന്നുമില്ല. ഷൂട്ട് 10 ഒന്നുമില്ല. ഔട്ട് ഓഫ് 10 ആരാണ് പെർഫോം ചെയ്യുന്നത്? ശരിയടേ ഇടങ്ങോട്ട്. പണ്ട് ഞാൻ സ്കൂളിൽ ഞാൻ പോയി ഓടി 2 റൗണ്ട്. ഇത് മാർക്കില്ലാത്ത, അത് വെളിയിൽ പോയതാ. വെളിയിൽ പോയാ മാർക്കില്ല. 3-0 അകത്താണ് വീഴുന്ന. പോയില്ലേ? ഇവിടെ ആളില്ല. പാല് വേണ്ട. ആ വണ്ടിക്ക് ഹോണുണ്ട്. അയ്യോ തുറക്കൽ നമ്മളെ നെറ്റ് പോവും. കളി തീരുന്ന ആ വലയിലേക്ക് പിടി. വല പിടി. പോകോ. കാര്യമായിട്ട് എന്തൊക്കെ ഉണ്ടല്ലേ? അങ്ങോട്ടേ കളിക്കണം. എന്തോ ഉണ്ട് കാണിക്കാൻ. ഓട്ടുമീനാന്ന് തോന്നുന്നു. എന്തോ കാര്യമായിട്ടുണ്ട്. എന്തിനാണെന്നറിയാൻ പയ്യെ. മാങ്ങ. പുളിമാങ്ങ വേണം. പുളിമാങ്ങ കൊണ്ടുപോ. പക്ഷെ മൊത്തം തിന്നത് ഞാനാട്ടാ. ഇത്ര ഉള്ളായിരുന്നാ? ഇത് വേണോ? അതെന്തുവാ? ഗ്രീസാ? എനിക്ക് വേണ്ട. അച്ഛനെ ടെക്നിക്ക് അറിയത്തില്ല ഇവിടുത്തെ. എന്നെ ഇപ്പൊ അടിച്ചിട്ടാ ഓടക്ക മോട്ടൊക്കെ അടിച്ചിട്ട്. ഗൈസ്, അപ്പത്തെ 3 പേരുടെ ഷട്ടിലൊക്കെ കളിച്ചിട്ട് ഒരാൾ മറിഞ്ഞടിച്ച് വീണിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇനി എന്തായാലും ഞങ്ങൾക്ക് ഇനി ഒരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പൊ ഇനി ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആകാൻ പോവാണ്. ഹലോ ഗൈസ്, അപ്പൊ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതിന് മുന്നിട്ട് ഞാൻ റീസെന്റ് ഹെയർ കെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് നമ്മുടെ മാമാ എർത്തിന്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് സ്കാൽപ് സെറം. എല്ലാ പെൺകുട്ടികളുടെ ഒരു ഡ്രീം ആണല്ലേ തിക്ക് ആൻഡ് ലോങ് ഹെയർ. എനിക്ക് ഒരുപാട് ഹെയർ ഫാൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം എന്നെ സഹായിച്ചത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ സ്കാൽപ് സെറം നമുക്ക് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്ത് വെറും 14 ആഴ്ചക്കുള്ളിൽ പുതിയ മുടി വളരാൻ സഹായിക്കും. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 95% പ്യൂർ റോസ്മേരി ഓയിൽ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ 4% അനഗൈൻ ആൻഡ് മെത്തിഡ് തന്നെയാണ്. നമ്മുടെ ഹെയർ കെയർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മിനോക്സിഡിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആണ് റോസ്മേരി എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പുതിയ മുടി വളരാൻ സഹായിക്കും. ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാ ദിവസവും 2 നേരം വെച്ച് 90 ദിവസം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പൊ എന്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ജേർണിയിൽ ഞാൻ യൂസ് ചെയ്ത 3 പ്രോഡക്റ്റ് ആണ്. 1 മാമാ എർത്തിന്റെ റോസ്മേരി ആന്റി ഹെയർ ഫോൾ ഷാംപൂ, 2 മാമാ എർത്തിന്റെ റോസ്മേരി ആന്റി ഹെയർ ഫോൾ കണ്ടീഷണർ, പിന്നെ നമ്മുടെ ഈ മാമാ എർത്തിന്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് സ്കാൽപ് സെറം. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്യൂ ഡ്രോപ്സ് എടുത്ത് ഡയറക്ട്ലി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് നല്ലോണം മസാജ് ചെയ്യുക. അപ്പൊ മാമാ എർത്തിന്റെ ഈ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും പർപ്പിളിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിയർ ബൈ സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ മാമാ എർത്തിന്റെ സ്റ്റോർ സ്പോട്ട് ചെയ്യുന്ന സമയത്ത് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ മാമാ എർത്തിന്റെ പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് അവർക്ക് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബേസിൽ അവരവരുടെ ഒണിയൻ ഷാമ്പു ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അവരെപ്പോഴും ബെറ്റർ ക്വാളിറ്റിക്ക് വേണ്ടി അവരുടെ പ്രോഡക്ട്സ് പുതിയ റിസർച്ചിലൂടെയും ഇന്നോവേഷനിലൂടെയും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നു. കൂടാതെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മാമാ എർത്തിന്റെ സൈറ്റ് വഴിയോ ആപ്പ് വഴിയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂപ്പൺ കോഡായ പ്രവീൺ 2024 ഉപയോഗിച്ചാൽ 20% ഓഫ് കിട്ടും. ഈ ഒരു ഹെയർ ഗ്രോത്ത് സ്കാൽപ് സെറം എന്റെ ഹെയർ കെയർ ജേർണിയിൽ എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാനും വളരെ സേഫ് ആണ്. നമ്മുടെ മുടിക്കൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജ് ഇത് വരത്തില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യാതിരിക്കുക. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെവിടെ പോകണമെന്ന്
പഠിച്ചു വെച്ചേക്കുന്ന പോലെ നമ്മള് ഷട്ടിൽ ബാറ്റ് കളിയൊക്കെ കഴിഞ്ഞ് കുറെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അന്ന് നമ്മള് വാങ്ങിച്ച നമ്മളെ സാധനങ്ങളെല്ലാം തീർന്നു കേട്ടോ. എല്ലാം മൃദുല സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ കിവി ഷുഗർ ആയിരുന്നു. അപ്പൊ ഡോക്ടർ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഒരു ദിവസം ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞ് വെയിറ്റ് ഇച്ചിരി കൺട്രോൾ ചെയ്യണം ഇല്ലേ, വെയിറ്റ് ഇച്ചിരി കൺട്രോൾ ചെയ്യണം. എന്തുപടി ഞാൻ പക്ഷെ അങ്ങനെ മാസം ആവുന്ന സമയത്ത് ഇത്ര 80 കിലോ കൊണ്ടല്ലേ ആവാൻ പാടുള്ളൂ. ഇത് 3 മാസത്തില് 75 70 ഇനി 10 കിലോ ഡോക്ടർ പറഞ്ഞ് വെയിറ്റ് കൺട്രോൾ ചെയ്യണോ ചേട്ടാ. നമ്മളിവിടുത്തെ പഞ്ചായത്ത് ബൾബ് ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, മാനുവലാ. മാനുവൽ ട്രാൻസിഷൻ. അതാണ്ട് അമ്മ ഇവിടെ DJ അടിക്കുന്ന അമ്മ. DJ ഡേയ് കളിക്കല്ലേ. ഓ വന്നു മഞ്ഞ ടീഷർട്ട് എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? കൊള്ളാം. ഞാൻ കുറച്ച് വെറൈറ്റി തണക്കത്തെ ടീഷർട്ട് വാങ്ങാൻ പോവാ. അങ്ങനെ നമ്മളിതേ കടയിലെത്തിയിട്ടുണ്ട്, ഷോപ്പിംഗ് മാളില്. അമ്മ പുതിയ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച കൊടൈക്കനാലിൽ നിന്ന് വാങ്ങിച്ച പുതിയ ബാഗ് കൊച്ചുതേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയേട്ടോ. സമയം ഇപ്പൊ ഏതാണ്ട് ഗൈസ് 8:50 ആയിട്ടുണ്ട് കേട്ടോ. മാഗി കഴിച്ചുകൂടാ. കൊച്ചു പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തോളൂ, നമുക്കത് വേണമെന്ന്. കുറച്ച് ദിവസമായിട്ട് കാരണം ഞാൻ ഇങ്ങനെ കൊറേ റീല് കണ്ട് ഗൈസ്, ഇതിനകത്തെന്തോ വാക്സ് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത്. എനിക്ക് അതുകൊണ്ടാണ്. എന്നാ ഒരെണ്ണം എടുത്തോ, ബ്രാൻഡ് അംബാസിഡർ മാഗിയുടെ. എപ്പി മലക്കറി സെക്ഷനാ, മലക്കറി സെക്ഷൻ. കൈപ്പൊള്ള നല്ലത്. നമുക്ക് വറക്കായിരുന്നു. അല്ല, പാവയ്ക്ക് വറക്കായിരുന്നു വെയിലത്തിട്ട്. നല്ല വെയിലല്ലേ. ഇതെന്തൊരു വയലറ്റ് കളർ. ഇതെടുക്കട്ടെ, ഒരെണ്ണം എടുക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഒരെണ്ണം എടുക്കട്ടെ. ഓ നല്ല സാധനമാണ്. മുഖത്തെ പുച്ച എടുത്തപ്പോ താല്പര്യമില്ല. ഇല്ല അതല്ല, അതിൽ ഇല്ല സാധനമാണോ. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് വാങ്ങിച്ചാൽ. ഇവിടെ എത്ര രൂപ? വലിയ വെറി. കൊടൈക്കനാലിൽ പോയപ്പം പിന്നെ 60 സാധനം വരും. ഇവിടെ വെണ്ടയ്ക്കൊക്കെ നല്ല അരിയാൻ മടിയുള്ളവർക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന. ഇവിടെ ഒരു സവാള ഉണ്ട്. ഇത് കൊണ്ടിട്ട് അടുപ്പിലോട്ട് വേവിച്ചാൽ മതിയാ. കൊച്ചുള്ളി നോക്കണോ പൊളിച്ച് വെച്ച്. കൊച്ചുള്ളിയൊക്കെ പൊളിച്ച് വെച്ചേക്കണം. അനിയന്മാർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി ഇതൊക്കെ. കാരണം പിന്നെ ഈ ജോബൊക്കെ IT-ലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇതൊക്കെ ആയിരിക്കും എളുപ്പം. അത് മാത്രമല്ല വേണ്ട ഇതുണ്ട വിഴുക്കുവരട്ടി. അവിയൽ സെറ്റ്, പയറ് തോര സെറ്റ്. ഇതൊക്കെ തേങ്ങയില്ലല്ലോ. കൂമ്പ് എടാ കറിവേപ്പില സഹിതം ഉണ്ട് കേട്ടോ. കൂമ്പ് ഇതങ്ങോട്ട് അമ്മ ഇതിട്ടിട്ട് വേണ്ട വെച്ചാൽ മതി. അയ്യോ അമ്മ ഇവിടെയൊക്കെ വന്ന ലോകം അടിച്ചു. നമുക്ക് നമ്മുടെ നാട്ടിപ്പുറം മതി കേട്ടോ. നമുക്ക് അവിടെ നല്ലത്. നമ്മൾ അരിഞ്ഞുണ്ടാക്കി തിന്നുമ്പോഴേ അതിന്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഊണ് പാക്കറ്റ് കിവി എടുത്തിട്ടുണ്ട്. അരി ആട്ടി നമ്മള് നാളെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും എടുക്കണ്ടേ, പച്ചക്കറി അരിഞ്ഞത്. റെഡി. നാളെ എന്തുവാ, ദോശയാണോ? ഇങ്ങനത്തെ ശീലമൊന്നും ഇല്ലാത്തതാ. ഇത് വെച്ച് തന്നെ ഇഡലി ഉണ്ടാക്കിക്കൂടെ? ഇഡലി ഉണ്ടാക്കാവോ? ഉണ്ടാക്കാം. പാക്ക എടാ മുരിങ്ങൊക്കെ ഉണ്ടോ? നീ മേടിച്ചു തിന്നെ. എനിക്കെന്തിനാ? നീ മേടിച്ചു തിന്നെ മുരിങ്ങ. ഇവനാ ഇപ്പൊ എന്താ പറയാ? എന്താ അവനിപ്പോ മുരിങ്ങ കൊടുക്കണ്ട. നമ്മൾ അന്ന് വാങ്ങിച്ചപ്പോഴേ പഴുത്തല്ല, പച്ച അവക്കാടായിരുന്നു. തൊട്ടുനോക്ക്. അവക്കാടോ അല്ല, അവക്കാടോ. അവക്കാടോ അതെന്തൊരു കാട. ഇപ്പൊ ഞെക്കി ഉടച്ചിട്ടെടുക്കാനല്ല പറഞ്ഞു, ചെറുതായിട്ടൊന്ന് ഞെക്കി നോക്കുക, അപ്പൊ മനസ്സിലാവും. ഇലയുടെ ആഹാരങ്ങളൊക്കെ തോനെ കഴിക്കണം കേട്ടോ. പ്ലാവില ഇല്ലേ, പ്ലാവില രാവിലെ ചൂട് വെള്ളത്തിട്ട് തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം കുടിച്ചാൽ നല്ലതെന്ന് പറയുന്നത്. ചൊറിയണോ? അത് നീ പ്രഗ്നന്റ് ആകുമ്പോ കുടിച്ചാൽ മതി കേട്ടാ. മുൾച്ചെടിയാ? ഒണിയൻ. ഇഞ്ചിയാണോ? അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട്. കൂമ്പാണോ? കൂമ്പ് ഇഞ്ചി അടിച്ച കുരങ്ങ. എന്തൊരു ഷേപ്പ് അത്. വൃക്കേ ഇത് എത്ര? ആമ ഷേപ്പ്. അതേ ഷേപ്പ് തോന്നിയില്ലല്ലേ? ചുമ്മാ പറയുമല്ലേ. ഞാൻ കൂമ്പ് എടുത്ത് വിഴുങ്ങി. എടാ മുരിങ്ങ വേണ്ടേ? ഡബിൾ സ്ട്രോങ്. ചുമ്മാതി കൊച്ചു.
ഗൈസ് നല്ല വിളഞ്ഞ മുരിങ്ങയ്ക്ക. എടാ വേണ്ടിട്ടാ സാമ്പാറിലൊക്കെ ഇടാൻ എടുക്ക. ആ സെക്ഷനിലോട്ട് പോകും, അങ്ങോട്ട് പോകും, അവരെ സാധനം എടുക്കും. എന്തിന് കിട്ടിയാലും എടുത്ത് അപ്പോഴേ എടുത്ത് മണപ്പിക്കണം കേട്ടോ. എന്തൊരു ഒരു തെറ്റ് ചെയ്തനൊക്കെ അവിടെ നിന്നുള്ള റെസ്പോണ്ട്. അവിടെ വൈകി കിടക്കുന്ന വാഴക്കുമ്പോ അവന് അത് വേണ്ട. വയല് മേടിച്ചിട്ടുണ്ടോ? ഇല്ല, വല്ലവന്റെ അയ്യത്തല്ലേ. ഓ പറയുന്ന കേട്ടത് വാഴ തോട്ടമൊക്കെ ഉള്ളതുകൊണ്ടെന്ന്. കൃഷി നമ്മള് ഒടിക്കേറ്റിട്ട് വാഴ ആ സമയം വരെ മക്കളെ അയ്യോ ഫ്രഷ് കോമഡി. പരിതാപകരമായ ഹാസ്യം. അറിഞ്ഞു പറ്റി തിന്നാൻ പോകട്ടെ. കുറെ നേരം കൊണ്ട് പറയും നമുക്ക് റംബൂട്ടാൻ കഴിച്ചു നോക്കണം. പുഴൊക്കെ കാണും കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തോരം പേരൊക്കെ ഉണ്ടായിരുന്നു. സത്യം, അപ്പൊ ആർക്കും വേണ്ടായിരുന്നു. അത് നമ്മള് വീട് പണി നടന്നപ്പം ആ പേരമരം മുറിച്ചു കളഞ്ഞു. ഞാൻ കുഞ്ഞിനെ നട്ടത്, എനിക്ക് ഓർമ്മ വേണ്ടത്. വെണ്ണ ക്യാമറ ഉണ്ട്, തിന്നൂടാ. അല്ലല്ല കുഴപ്പമില്ല. ചേച്ചി റംബൂട്ടാൻ പൊളിച്ച് റൂൾസ് കുഴപ്പമില്ലെന്ന് മാനേജർ സാർ. കുരു ഇല്ലെന്ന്. പിന്നെ റംബൂട്ടിനകത്ത് കുരു ഇല്ലടാ, എന്തുവാടേ പറയുന്നത്. നല്ലതാണോ? ഓ രണ്ട് ടൈപ്പ് ഉണ്ടോ? എന്നാ അതെടുത്തോ. കൊള്ളാമോ? വേണോ? ഇനി അടിയിട്ടു ഒരെണ്ണം ഒരു പൊളിച്ചു. നിങ്ങൾ പറയുന്നുണ്ട് കൈസ് ഓരോന്നും ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഐറ്റം വാങ്ങണം, അല്ലേ അമ്മ? നമ്മുടെ ഫാമിലിയാണ് പറയണത് ഇന്നത് വാങ്ങുക, ഇന്നത് കഴിച്ചുകൂടാ. ഞാൻ ഡേറ്റ്സ് വാങ്ങിച്ചപ്പോൾ പറഞ്ഞ് കഴിച്ചുകൂടാ, അതുകൊണ്ട് പിന്നെ ഡേറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്ത്. പിന്നെ അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല കാര്യങ്ങളൊക്കെ കമന്റ്, നല്ല ഫുഡുകളൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ താഴെ. അപ്പൊ നമുക്ക് അടുത്തോടെ ഷോപ്പിങ്ങിൽ വാങ്ങാം. കപ്പപ്പുഴുക്കും ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇതേ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഗായ്സ് നമ്മളിത് ടെറസിൽ വന്നിരിക്കുകയാണ് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. അമ്മയുണ്ട്. അതെ, ടെറസ് എന്നാ ഈ ഷോപ്പിന്റെ പേര്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഇവിടെ കയറുന്നത്. ഏറ്റവും സൂപ്പർ മാറിപ്പോയി. ഗായ്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സൂപ്പർ ഫുഡായിരുന്നു. ഒരു ഫോട്ടോ എടുക്കും എല്ലാവരും.